അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫഖറുദ്ദീൻ തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ രംഗത്താണി MLA, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, ബഹുമാനപ്പെട്ട KNC തങ്ങൾ, ബഹുമാനപ്പെട്ട KNS തങ്ങൾ, അബ്ദുറഷീദ് ഷിഹാബ് തങ്ങൾ തുടങ്ങിയ വേദിയിൽ സദസ്സിലുമിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, സഹോദര സമുദായങ്ങൾക്ക് എൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും സ്നേഹാഭിവാദ്യങ്ങൾ. മൗര്യ ശാഖ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ അഭിമാനമായിക്കൊണ്ട് ഇവിടെ പടുത്തുയർത്തിയ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ സംഗമം സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ ലോകത്തും അള്ളാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരോധിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുക. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് മൗര്യ ശാഖാ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റിതര ശാഖകൾക്ക് ഉത്തര മാതൃകയായിക്കൊണ്ട് സ്വന്തമായ കെട്ടിടം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഏതൊരു ശാഖക്കും മാതൃകയാണ് എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല ഈ പ്രവർത്തനം. ഈ മഹലിലെയും പരിസര മഹലുകളിലുള്ള സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും പ്രവാസികളായ സഹോദരങ്ങളുടെയും ഒക്കെ തന്നെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ മനോഹരമായ കെട്ടിടം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ലത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു കേന്ദ്രമാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഈ സ്ഥാപനം ഇവിടെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക. സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന് 8.5 പതിറ്റാണ്ടുകാലമായി ദിശാബോധം നൽകി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ. 2 പതിറ്റാണ്ട് പിന്നിട്ടുകൊണ്ട് SKSF അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് വളരെ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹത്തെ നേരായ വഴിയിലൂടെ വളർത്തുന്നതിന് വേണ്ടി ഭൗതിക വിദ്യാഭ്യാസം നൽകുകയും അതിനുള്ള പ്രചോദനവും പ്രോത്സാഹനം നൽകുകയും അതുപോലെ തന്നെ അധാർമിക അസന്മാർഗിക പ്രവണതകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വേറിട്ടിരുന്നുകൊണ്ട് ഏവരാലും പ്രശംസയ്ക്ക് അർഹമായ പ്രവർത്തനമായി കൊണ്ടാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പരസ്പര സ്നേഹവും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിന് വേണ്ടി വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പരിപാടിയിൽ സൗഹൃദ പ്രതിനിധി പോലും ഇവിടെ എത്തിയിട്ടുള്ളത്.
നമ്മുടെ പ്രവർത്തനങ്ങൾ ആർക്കും തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമല്ല SKSF-ഉം സമസ്തയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിന്, ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തന്നെ നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംഘബോധമാണ് ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. മതബോധമുള്ള തലമുറ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ പൂർവികരായ മഹാന്മാർ കാണിച്ചു തന്ന ആ മത സാഹോദര്യം സൗഹൃദവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിരവധി തലമുറകൾ ഇവിടെ കഴിഞ്ഞുപോയി. ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ മതത്തിൻ്റെ പേരിൽ വൈരാഗ്യമത്തോട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല. അന്നത്തെ സമൂഹം മതബോധമുള്ള സമൂഹമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും താബികളും കാണിച്ചു തന്ന ആ മഹിതമായ പാതയിലൂടെയാണ് മുസ്ലിം സമൂഹം ജീവിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ വെറുപ്പോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ യാതൊരുവിധ പ്രവർത്തനവും മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ചില നാമധാരികളായ ആളുകളുടെ പ്രവർത്തനം മൂലം ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ മതവിശ്വാസികൾ അവർ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ആ സമൂഹത്തിന് മാത്രമേ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മതത്തിൻ്റെ പേരിൽ സംഘടനകളും സംഘർഷങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മതവും ഇവിടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരസ്പര സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന പല സംഘടനകൾക്കും കാരണമായിട്ടുള്ള മതത്തിൻ്റെ പേരിലാണ്. മതമൊരിക്കലും സംഘടനത്തിനോ സംഘർഷത്തിനോ കാരണമാകുന്നില്ല എങ്കിൽ അതിൻ്റെ പേരിലാണ് പലപ്പോഴും സംഘടനകളും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ മതവിശ്വാസികൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രവണതകൾ ഇന്ന് വളരാൻ കാരണമായിട്ടുള്ളത്. ഇസ്ലാം അത് സമാധാനത്തിന് മതമാണ്. മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട പോലെ അക്രമ പ്രവർത്തനമോ തീവ്രവാദ പ്രവർത്തനമോ ഇസ്ലാമിൻ്റെ മുഖമുദ്രയല്ല. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ആ മഹിതമായ സന്ദേശമാണ്. ഒരിക്കലും തന്നെ മറ്റുതര വിശ്വാസികളുടെ ആരാധനകൾ തകർക്കാനോ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇസ്ലാം സമാധാന സന്ദേശമാണ് എന്നും ലോകത്തിന് നൽകിയിട്ടുള്ളത്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം അതാണ് നമുക്ക് കാണിച്ചു തന്നത്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന സന്ദേശമാണ് പ്രവാചകർ ലോകത്തിന് നൽകിയിരുന്നത്. ആ അയൽവാസി തൻ്റെ മദാനിയായി ആണെങ്കിൽ മാത്രം അവരെ സഹായിച്ചാൽ മതി എന്നല്ല പ്രവാചകർ പഠിപ്പിച്ചത്. ഏത് വിശ്വാസിയാണെങ്കിലും അവരെ സഹായിക്കേണ്ടത് ദൗത്യമാണ് എന്നാണ് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധമായ ഇസ്ലാം അതിൻ്റെ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരസ്പര സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ. ഓരോ വിശ്വാസിയും 5 വക്ത നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജുസ്സലാം എന്ന മഹത്തായ സമാധാനത്തിൻ്റെ പ്രാർത്ഥനാ വാക്യമാണ്. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നുമാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം എന്നുള്ള സമാധാനത്തിൻ്റെ ആ പ്രാർത്ഥനാ വാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ഓരോ വിശ്വാസിയും 5 വക്ത നമസ്കാരം ശേഷം മടങ്ങിപ്പോകുന്നത്. ഇത്തരത്തിലുള്ള സമാധാനത്തിൻ്റെ സന്ദേശവുമായി മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിക്കും തന്നെ നാട്ടിൽ അക്രമങ്ങൾ നടത്താനോ അരാജകത്വം ഉണ്ടാക്കാനോ സാധിക്കുകയില്ല. ഇവിടെ ചില ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചതല്ല. അവരെ എന്നും മുസ്ലിം സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സമസ്തകല ജമിഅത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളുമൊക്കെ തന്നെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനക്കാർക്ക് വേരോട്ടം ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. SKSF മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരെയും ഭീകരവാദത്തിനെതിരെയും സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്നതിന് വേണ്ടി ഓരോ റിപ്പബ്ലിക് ദിനത്തിലും SKSF-ൻ്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യജാലിക സൃഷ്ടിക്കപ്പെടാറുണ്ട്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന് കരുതലെന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഓരോ വർഷവും മനുഷ്യജാലിക സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ
ഓരോ പ്രദേശങ്ങളിലും സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങൾ ഇവിടെയുള്ള ഇന്ത്യയിലെ എല്ലാ സമൂഹവും ഒത്തൊരുമിച്ചുകൊണ്ട് ഐക്യത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചുമൊക്കെ തന്നെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥ സന്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മതവിദ്യാഭ്യാസ ഭൗതികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ട്രെൻഡ് എന്ന പേരിൽ വിദ്യാഭ്യാസ വിങ് രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ട്രെൻഡിൻ്റെ കീഴിൽ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ, തുടർ പഠനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ പേരിൽ ഉന്നതമായ മേഖലയിലൊക്കെ തന്നെ നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ SKSF നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 വിദ്യാർത്ഥികൾക്ക് SKSFിൻ്റെ പ്രവർത്തകന്മാർക്ക് IAS ലഭിച്ചത് എന്നും സ്മരിക്കാൻ കഴിയുന്ന, ഓർക്കാൻ കഴിയുന്ന ഒരു മഹത്തായ നേട്ടം തന്നെയാണ്. ധാരാളം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്ത പ്രവർത്തനം SKSFിൻ്റെ ഇത്തരത്തിൽ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധർമ്മം, അസന്മാർഗിതം ഇന്ന് സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും വ്യഭിചാരമൊക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ തന്നെ ദുരിതം അതിൻ്റെയൊക്കെ തന്നെ ബാക്കി പത്രമായിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും അശ്ലീലതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യമാണ് സകലമാന തിന്മകൾക്കും കാരണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവ സമൂഹത്തോട് പറയുകയുണ്ടായി. മദ്യത്തിലും മദിരാക്ഷിയിലും മുഴുകി ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത. ആ സമൂഹത്തിലേക്കാണ് അല്ലാഹു ഹബീബായ പ്രവാചകരെ നിയോഗിക്കുകയുണ്ടായത്. ആ പ്രവാചകരുടെ ഉത്ബോധനത്തിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് പ്രവാചകരുടെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവുകയുണ്ടായി. അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയായ മദ്യവും മദിരാക്ഷിയും ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. ആ മഹിതമായ സന്ദേശമാണ് പ്രവാചകരുടെ അനുയായികൾ ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ആ മഹത്തായ സന്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്താണോ പ്രവാചകർ നമ്മോട് മാറി നിൽക്കാൻ പറഞ്ഞത്, അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം അത് ഉൾക്കൊള്ളാനാണ് ഇന്നത്തെ ആധുനിക സമൂഹം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാം മാറി നിന്നുകൊണ്ട് മാതൃകാപരമായ ഒരു വിദ്യാർത്ഥി തലമുറയായി വളരാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനാണ് SKSF പ്രവർത്തിക്കുന്നത്. മദ്യവും മയക്കുമരുന്നുമൊക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അക്രമ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. ആ നമ്മുടെ ഈ സംസ്ഥാനം ഇന്ന് മദ്യപാനികളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും മദ്യത്തിൻ്റെ ഉപയോഗങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വർധനവ് ഓരോ ആഘോഷവേളകളിലുള്ള കണക്കെടുപ്പിലൂടെ പത്രങ്ങളിലൂടെ നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ മദ്യത്തിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് അക്രമങ്ങളും കൊലപാതകങ്ങളും അധർമ്മങ്ങളും അശ്ലീലതകളും വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് പാഠമാവണം. മദ്യമാണ് സകലമാന തിന്മകൾക്കും കാരണമായിട്ടുള്ളത്. ഈ സമൂഹത്തിൽ നടത്തുന്ന എല്ലാവിധ അധർമ്മങ്ങൾക്കും അസന്മാർഗ നേതൃത്വം നൽകുന്ന ആളുകൾ അവരൊക്കെ തന്നെ മദ്യപാനികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വിദ്യാർത്ഥി തലമുറ മദ്യപിച്ചുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് കളങ്കമാകുന്ന രീതിയിലേക്ക് മാറാതെ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ സന്ദേശവാഹകരായി മാറേണ്ടതുണ്ട്. നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് ഇന്ന് മദ്യവും മയക്കുമരുന്നുമൊക്കെ തന്നെ വ്യാപകമായ തോതിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇന്ന് കലാലയങ്ങളിൽ നിന്ന് കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ പോലും ലൈംഗിക വാസനകൾ, 6ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്താണ്. ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം നടത്താൻ തയ്യാറാവണം. അതാണ് SKSF മുന്നോട്ട് വെക്കുന്ന സന്ദേശം. അത്തരത്തിലുള്ള സമൂഹത്തിന് നന്മയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജീവകാല പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു.
ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് സാഹിബ് വേദിയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി സഹചാരി എന്ന പേരിൽ ജീവകാരുണ്യ